ബാല്യകാലസഖി 9. സുഹ്റ വന്നു. മജീദ് വന്നിട്ടുണ്ടെന്നറിഞ്ഞ് പ്രേമപാരവശ്യത്തോടെ അവൾ ഓടിക്കിതച്ചു വന്നു. പക്ഷെ മജീദിന് കാണുവാൻ മനസ്സുണ്ടായില്ല. വല്ലാതെ പതറിപ്പോയിരുന്നു. മജീദിന് അനങ്ങുവാൻ കഴിഞ്ഞില്ല. ആകെ തളർന്നുപോയിരുന്നു. എവിടെ എന്നുള്ള സുഹ്റായുടെ ചോദ്യവും തോട്ടത്തിൽ എന്നുള്ള ഉമ്മയുടെ മറുപടിയും മജീദ് കേട്ടു. ഹൃദയം ദ്രുതഗതിയിൽ തുടിച്ചുകൊണ്ടിരുന്നു. അനക്കമില്ലാതെ മജീദ് ആ പഴയ കസേരയിൽ കിടന്നു. അന്തിവെയിലിൽ തോട്ടം മുങ്ങി നിൽക്കുകയായിരുന്നു. പൂക്കളിലേക്ക് വണ്ടുകൾ പാറിപ്പറന്നുകൊണ്ടിരുന്നു. സുഗന്ധവാഹിയായ ഇളംകാറ്റ് ഇലകളെ ചലിപ്പിച്ചുകൊണ്ടിരുന്നു. മജീദ് മഞ്ഞവെയിലിൽ മുങ്ങിയ പ്രതിമ പോലെ ചാരുകസേരയിൽ കിടക്കുകയാണ്. സുഹ്റായുടെ കാലൊച്ച അടുത്തുവന്നു. ഓ, പുതിയ തോട്ടം! സുഹ്റായുടെ ദുഃഖകരമായ ശബ്ദം പിന്നിൽ. മജീദിന്റെ ഹൃദയം വേദനിച്ചു. വെറും വേദനയല്ല, ഉറഞ്ഞ ഇല്ലിമുള്ളുകൾ തറഞ്ഞ് ഒടുങ്ങിയിരിക്കുന്നത് പോലെ ഹൃദയം വിങ്ങി വേദനിച്ചുകൊണ്ടിരുന്നു. പൊട്ടിക്കരയുവാൻ പോകുന്ന വിധത്തിൽ ഖിന്നയായി സുഹ്റ പതുക്കെ ചോദിച്ചു, എന്നെ അറിയുമോ? നിശബ്ദ പ്രപഞ്ചം. ഒന്നും പറയാൻ കഴിയുന്നില്ല. ഓർമ്മകൾ. മജീദിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വീണ്ടും ചോദിച്ചു, എന്നോട് പിണക്കമായിരിക്കും? മജീദ് പതുക്കെ തിരിഞ്ഞു നോക്കി. ഹൃദയം പൊള്ളിപ്പോയി. സുഹ്റ ആകെ മാറിപ്പോയിരിക്കുന്നു. കവിളുകൾ ഒട്ടി, കൈവിരലുകളുടെ ഏപ്പുകൾ മുഴച്ച്, നഖങ്ങൾ തേഞ്ഞ്, ആകെ വിളർത്ത്, കാതുകളിലെ കറുപ്പു നൂലുകൾ മൂടിക്കൊണ്ട് മറഞ്ഞങ്ങനെ. അന്യോന്യം അവർ നോക്കി. വളരെ വളരെ സമയത്തേക്ക് ഒന്നും ആർക്കും പറയുവാൻ കഴിഞ്ഞില്ല. ക്രമേണ സൂര്യൻ മറഞ്ഞു. വ്യത്യാസങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഇരുളെങ്ങും വ്യാപിച്ചു. ഒന്നും അവർ അറിഞ്ഞില്ല. ഗ്രാമത്തെ ആലിംഗനം ചെയ്യുന്ന നദിയുടെ ഇരുപിരിവുകളെയും ധവളിമയിൽ മുക്കിക്കൊണ്ട് പൂർണ്ണചന്ദ്രൻ കുന്നിന്റെ ഉച്ചിയിൽ നിന്ന് എത്തി നോക്കി. ഗ്രാമീണ നിശബ്ദതയെ ഭേദിച്ച് ഒരു പ്രേമഗാനം ദൂരത്തെവിടെയോ നിന്നും ഉയർന്നു. ഏതോ കാമുകൻ ഏതോ പ്രേമഭാജനത്തെ വിചാരിച്ച് ശോകമധുരിമയോടെ പാടി. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ. അങ്ങനെ വീണ്ടും വീണ്ടും ആ അജ്ഞാത ഗായകൻ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ മജീദ് മന്ത്രിച്ചു, സുഹ്റ. ഭൂതകാലത്തിന്റെ ഹൃദയത്തിൽ നിന്നെന്നോണം അവൾ വിളികേട്ടു. ഓ! മജീദ് ചോദിച്ചു, എന്തായിരുന്നു സുഖക്കേട്? അവൾ പറഞ്ഞു, ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇത്രയ്ക്ക് ക്ഷീണിച്ചത്? സുഹ്റ അതിന് ഉത്തരം പറഞ്ഞില്ല. സുദീർഘമായ നെടുവീർപ്പോടെ അവൾ പറഞ്ഞു, ഞാൻ മിനിയാന്ന അറിഞ്ഞത് വന്ന വിവരം. തെല്ലു പരിഭവത്തോടെ മജീദ് ചോദിച്ചു, ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്നാണ് കരുതിയത്, അല്ലേ? എല്ലാവരും അങ്ങനെ വിചാരിച്ചു. എനിക്കുറപ്പുണ്ടായിരുന്നു തിരിച്ചു വരുമെന്ന്. എന്നിട്ടും പിന്നെ? അവരെല്ലാം നിശ്ചയിച്ചു. എന്റെ സമ്മതം ആരും ചോദിച്ചില്ല. ഉമ്മ തീ തിന്നുകയായിരുന്നു. എന്റെ പ്രായക്കാരെയൊക്കെ കെട്ടിച്ചിട്ട് 3-4 പ്രസവിച്ചു. പൊന്നും സ്ത്രീധനവും കൊടുക്കാതെ എന്നെ ആരും, പൊന്നും സ്ത്രീധനവും വാങ്ങാതെ സുഹ്റായെ വിവാഹം ചെയ്യാൻ തയ്യാറുള്ള ഒരാൾ പോലും ഇല്ലെന്ന് സുഹ്റ അങ്ങ് വിശ്വസിച്ചുറച്ചു, അല്ലേ? എനിക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ ഒരു നിമിഷം പോലും മറന്നിട്ടില്ലായിരുന്നു. ഓരോ രാത്രിയും ഓരോ പകലും ഞാൻ ഓർത്തു കരയും. യാതൊരു അപകടവും ഒരു സുഖക്കേട് പോലും വരുത്താതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും, എന്നും എന്നും പ്രാർത്ഥിക്കും. ഞാൻ സുഹ്റായെ മറന്നുകളഞ്ഞു എന്നാണ് സുഹ്റ വിചാരിച്ചത്, അല്ലേ? എന്നു ഞാൻ വിചാരിച്ചില്ല. എന്തേ എഴുത്തയക്കാഞ്ഞത്? അയച്ചില്ലെന്ന് മാത്രം. പലപ്പോഴും എഴുതിയിട്ടുണ്ട്, അയച്ചില്ല. ഞാൻ ദിവസവും എഴുത്ത് പ്രതീക്ഷിക്കും. ഇന്നു വരും, നാളെ വരും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ ഈ വിവാഹം നടന്നത്? ഞാൻ പറഞ്ഞില്ലേ, എന്നോട് ആരും ചോദിച്ചില്ലെന്ന്. പിന്നെ ഞാനൊരു ഭാരമായി എത്ര നാൾ കഴിയും? ഞാൻ സ്ത്രീയല്ലേ? ഒടുവിൽ വീടും പുരയിടവും പണയം എഴുതിക്കൊടുത്ത് പൊന്നും മറ്റും ഉണ്ടാക്കി കല്യാണം കഴിഞ്ഞു. എന്നിട്ട് ഇത്ര ക്ഷീണിച്ചു പോയത്? സുഹ്റ മിണ്ടിയില്ല. പറയൂ സുഹ്റ, ഇത്ര ക്ഷീണിച്ചത്? വിചാരം കൊണ്ട്. എന്തു വിചാരം? സുഹ്റ. ഓ, പറയൂ. സുഹ്റ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അവൾ സാവധാനമായി അവളുടെ ഭർത്താവിനെ പറ്റി പറഞ്ഞു. വലിയ അരിശക്കാരനാണ്.
അദ്ദേഹത്തിന് വേറെ ഒരു ഭാര്യയും 2 കുട്ടികളും ഉണ്ട്. ഞാൻ വീട്ടിൽ വന്നു നിർബന്ധിച്ചു കണക്ക് പറഞ്ഞ് എന്റെ ഓഹരി വാങ്ങിക്കണമെന്ന് എന്നും പറയും. എനിക്ക് അനിയത്തിമാരില്ലേ, ഞാൻ എന്തു ചെയ്യും? ഞാൻ വിസമ്മതം പറഞ്ഞാൽ അപ്പോഴൊക്കെ എന്നെ അടിക്കും. ഒരിക്കൽ എന്റെ നാഭിക്ക് തൊഴിച്ചു. ഞാൻ കമിഴ്ന്നടിച്ചു വീണുപോയി. അന്ന് എന്റെ പല്ലടർന്നതാ. ദേ. അവൾ വായ് പൊളിച്ചു. ആ വെണ്മയ്ക്കിടയിൽ ഒരു കറുത്ത വിടവ്. സുഹ്റാ. ഓ, എന്നിട്ട്? ഞാൻ അവിടെ ചെന്നിട്ട് ഇതേവരെ പശിയടങ്ങെ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു നിമിഷ നേരമെങ്കിലും മനസമാധാനം അനുഭവിച്ചിട്ടില്ല. ഞാനൊരു ഭാര്യയല്ല, ഒരു വേലക്കാരി. കൂലിക്കു ഞാൻ തൊണ്ടു തള്ളിക്കൊടുത്ത് പണം ഉണ്ടാക്കണം. കുറഞ്ഞാൽ എന്നെ തല്ലും. ഒന്നും തരികയുമില്ല. ഞാൻ പുറത്തായിരുന്നപ്പോൾ അടുപ്പിച്ചു 4 ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നു. അങ്ങനെ സുഹ്റാ പറഞ്ഞു തുടങ്ങി. അവൾക്ക് വളരെ പറയാനുണ്ട്. ഒരുപാട് രഹസ്യങ്ങളുണ്ട് അവളുടെ ഹൃദയത്തിൽ. പലപ്പോഴും മരിക്കാൻ തോന്നിയിട്ടുണ്ട്. ഒരൊറ്റ ആശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വന്ന് ഒന്ന് കണ്ടിട്ടു മരിക്കാൻ. മരണത്തെപ്പറ്റി അങ്ങനെ ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട. ഇനിയുമുണ്ട് അങ്ങോട്ട് ദീർഘമായ ജീവിതം. ശോഭനമായ ഭാവിയുണ്ടെന്ന് വിശ്വസിക്കൂ എന്ന മജീദ് പറഞ്ഞപ്പോൾ സുഹ്റാ നെടുവീർപ്പിട്ടു. അവൾ കസേരയുടെ മുന്നിൽ മജീദിന്റെ പാദങ്ങൾക്കടുത്ത് ഇരിക്കയായിരുന്നു. അങ്ങനെ വളരെ സമയത്തേക്ക് 2 പേരും ഒന്നും പറയാതെ നിലാവിൽ മുങ്ങിയ ലോകത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ മജീദ് പറഞ്ഞു, സുഹ്റാ, പോയി ഊണ് കഴിച്ച് മനസ്സമാധാനത്തോടെ ഉറങ്ങൂ. നാളെ കാണാം. എനിക്കു തീരെ ആവതില്ല. സുഹ്റാ എണീറ്റു. അത്രയ്ക്ക് ക്ഷീണമോ? മജീദും എണീറ്റു. സുഹ്റാ പറഞ്ഞു, മനസ്സിന്റെ വിഷമം. മനസ്സ് വിഷമിക്കേണ്ട, പോയി സുഖമായി ഉറങ്ങൂ. നാളെ വല്ലയിടത്തും പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ കാലത്തെ വരും. സുഹ്റാ നടന്നു. മജീദ് പറഞ്ഞു, ആ. നിലാവെളിച്ചത്തിൽ മുങ്ങിയ തെങ്ങുകളുടെ ഇടയിലൂടെ അവൾ പോകുന്നതും നോക്കിക്കൊണ്ട് മജീദ് വീണ്ടും ചാരുകസേരയിൽ ഇരുന്നു. സമയം പോയതറിഞ്ഞില്ല. കയ്യിൽ മണ്ണെണ്ണ വിളക്കുമായി ഉമ്മ വന്നു. മജീദ് മയങ്ങിക്കിടക്കുന്നത് കണ്ട് ആ വാത്സല്യ മാതാവ് ചോദിച്ചു, നീ എന്താ മോനെ ഇങ്ങനെ തരിച്ചിരിക്കണ? ഓ, ഒന്നുമില്ല മോനെ. ആ സുഹ്റായുടെ കോലം കണ്ടോ? കിളി പോലെ ഇരുന്ന പെണ്ണാ. എല്ലാം റബ്ബിന്റെ വേണ്ടിയാ. അവളെ അങ്ങനെ ആക്കി തീർത്തത് ആര്? മജീദിന് കോപവും വ്യസനവും വന്നു. മോനെ, നീ വല്ലതും കഴിച്ചു കെടാ. നീ ഒന്നും വിചാരിച്ചു സങ്കടപ്പെടേണ്ട. എല്ലാം പടച്ചോൻ നേരെയാക്കും. മജീദ് അന്നു രാത്രി ഉറങ്ങിയില്ല. സുഹ്റായും അന്നു രാത്രി ഉറങ്ങിയില്ല. പറമ്പുകളും തോടും അവരുടെ ഇടയിലുണ്ട്. 2 ഭിത്തികളും അവരുടെ ഇടയിലുണ്ട്. എങ്കിലും അവർ ഉറങ്ങിയില്ല. ഭാവിയെപ്പറ്റി ചിന്തയായിരുന്നു. ഭാവി. ബാല്യകാലസഖി 10. സുഹ്റായുടെ ഭാവം പെട്ടെന്ന് മാറിപ്പോയി. ഉള്ളിൽ ഒരു പുതിയ വെളിച്ചം. മുഖത്തു രക്തപ്രസാദവും കണ്ണുകൾക്ക് തിളക്കവും. ചുരുണ്ട മുടി നടുവേ വകഞ്ഞ് ചെവി മൂടി ഭംഗിയായി കെട്ടിവെച്ച് അവൾ നടക്കും. അയൽപക്കങ്ങളിലെ സ്ത്രീകൾ അത്ഭുതപ്പെടും. സുഹ്റാ വന്നേലും നന്നായിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങോട്ട് ചെന്നാ കെട്ടിയോൻ ആളറിയേല. കെട്ടിയവൻ. അവൾ എപ്പോഴും മജീദിന്റെ വീട്ടിലാണ്. ചെടികൾക്ക് വെള്ളമൊഴിക്കുന്ന കാര്യത്തിൽ അവളും ശ്രദ്ധിച്ചു വന്നു. മജീദിന്റെ സഹോദരികൾ പറയും, ഈ ചെടികളൊക്കെ വളർത്തിയത് ഞങ്ങള് വെള്ളമൊഴിച്ചാ. സുഹ്റാ ആ ചെമ്പരത്തിയെ പറ്റി ചോദിക്കും, ഇത് പണ്ട് മുതൽക്കേ ഇവിടെ ഉണ്ടായിരുന്നതല്ലേ? സുഹ്റാ അതിനെ എതിർക്കുകയില്ല. പണ്ട് മുതൽക്കേ എല്ലാം ഉണ്ടായിരുന്നതാണല്ലോ. പണ്ട്. ഒരു ദിവസം മജീദ് അവളോട് ചോദിച്ചു, സുഹ്റാ ഇനി എന്നു പോകും? അവൾക്ക് മനസ്സിലായില്ല. അവൾ അത്ഭുതത്തോടെ ചോദിച്ചു, എവിടെ? ഭർത്താവിന്റെ വീട്ടിലേക്ക്. ഓ. അവളുടെ മുഖം ചെറുതായി. അദ്ദേഹം എന്നെയല്ല വിവാഹം ചെയ്തത്. പിന്നെ? അവൾ പറഞ്ഞു, ഞാൻ കൊണ്ടുചെന്ന സ്വർണപ്പണ്ടങ്ങളെയും എനിക്കുമുള്ള ഓഹരിയെയും. അതിൽ സ്വർണ ഉരുപ്പടികളൊക്കെ അദ്ദേഹം വിറ്റുതിന്നു. ഇനിയുള്ളത് ഓഹരിയാണ്. അതു കിട്ടാൻ വഴിയില്ലെന്ന് അദ്ദേഹത്തിനു തന്നെ അറിയാം. കുറെ കഴിഞ്ഞ് വളരെ പതുക്കെ, പിന്നെ എന്നെ കാണുന്നതും മറ്റും നാട്ടിലുള്ളവർക്കൊക്കെ വിരോധമാണെങ്കിൽ ഞാൻ പൊയ്ക്കൊള്ളാം. അങ്ങനെ ഒരു പൊതുജനാഭിപ്രായം ഉണ്ടോ? ഉണ്ടെന്നാണ് തോന്നുന്നത്. അവൾ ഒരു റോസാപ്പൂ ഇറുത്ത് മണത്തിട്ട് മുടിക്കെട്ടിൽ തിരുകി. മജീദ് പറഞ്ഞു, ആ ചെമ്പരത്തിപ്പൂവായിരുന്നു കൂടുതൽ യോജിപ്പ്. അതുകേട്ട് സുഹ്റാ ചിരിച്ചു. എങ്കിലും അവളുടെ മുഖത്ത് വിഷാദഭാവം വന്നു. ഈ ചെമ്പരത്തി ഓർമ്മയുണ്ടോ? കുറെ കഴിഞ്ഞ് അവൾ ചോദിച്ചു. മജീദ് പറഞ്ഞു, കേട്ടിട്ടുണ്ട്.
എങ്കിൽ ഇമ്മിണി വലിയ ഒന്നിനെ പറ്റിയും കേട്ടു കാണുമല്ലോ. ഉവ്വ്, രാജകുമാരി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇമ്മിണി വലിയ ഒന്ന്. അവർ വളരെ അടുത്തുവെങ്കിലും മജീദിന്റെ ജീവിതത്തിലെ കുറെ വർഷങ്ങളെപ്പറ്റി അവൾ ഒന്നും അറിയുകയുണ്ടായില്ല. ആ രഹസ്യങ്ങളിലേക്ക് അവൾക്ക് ചുഴിഞ്ഞിറങ്ങണം, എല്ലാം അറിയണം. പരിചിതരായ ഓരോ സ്ത്രീ പുരുഷന്മാരെ പറ്റിയും. സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ സുഹ്റ ചോദിക്കും, അവൾക്ക് എത്ര വയസ്സുണ്ട്, നിറം എന്താണ്, സുന്ദരിയാണോ, അവളെപ്പറ്റി കൂടെ കൂടെ ഓർക്കാറുണ്ടോ? മജീദ് എല്ലാറ്റിനും സമാധാനം പറയും. എന്നാലും അവൾക്ക് തൃപ്തിയാവുകയില്ല. മജീദ് ഇനിയും പറയാത്തതായിട്ട് ചിലതില്ലേ? എന്നോട് സത്യമേ പറയാവൂ കേട്ടോ. മജീദ് ചിരിച്ചുകൊണ്ട് പറയും. എന്തൊരു പെണ്ണ്, ചെറുക്ക. അവൾ പുരികക്കൊടികൾ വളയ്ക്കും, എന്നിട്ട് നുള്ളാനായും തുടർന്ന് മന്ദഹസിക്കും. വെളുത്തു ഭംഗിയുള്ള ചെറിയ പല്ലുകളുടെ ഇടയ്ക്കുള്ള ആ കറുത്ത വിടവ്, തേഞ്ഞുപോയ കൈനഖങ്ങൾ, നുള്ളാൻ മുതിരുന്ന ആ പഴയ ഭാവം, മജീദിന്റെ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന നേരിയ തൊലിയിൽ അരമുള്ള സാധനം കൊണ്ട് ശക്തിയായി ഉരയ്ക്കുന്നത് പോലെ. ഈ മജീദും സുഹ്റായും തമ്മിൽ എന്താണ്? അയൽപക്കക്കാർക്ക് അറിയണം. ആ പെണ്ണെന്താ കെട്ടിയോന്റെ വീട്ടിൽ പോകാത്തത്? എന്നാലും ഇതൊക്കെ പടച്ചോന് നിരക്കുവോ? മജീദും സുഹ്റായും തമ്മിൽ സംസാരിക്കുന്നത് സദാചാര വിരുദ്ധം. ആകാശം ഇടിഞ്ഞു വീണു പോകയില്ലേ? അവിടെ കെട്ടിയോൻ ഒന്ന് തൊയിച്ചെങ്കിൽ എന്താ? ഒരിക്കൽ തള്ളിയപ്പോ പല്ലു പോയായിരിക്കും, എന്നാലും കെട്ടിയോനല്ലേ? സുഹ്റ, മജീദ് ഒരു ദിവസം പറഞ്ഞു, നമ്മെപ്പറ്റി അയൽപ്പക്കക്കാർ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൾ ചോദിച്ചു, അതിന്? ഒന്നുമില്ല. സുഹ്റ സൂക്ഷിക്കണം, സ്ത്രീയാണ്, പേരിനു കളങ്കം പറ്റാതെ. ഓ, കളങ്കം പറ്റട്ടെ, എന്റെ ആത്മാവിന് കൂടി കളങ്കം പറ്റട്ടെ, മറ്റെങ്ങൊന്നുമല്ലല്ലോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മജീദിന് ഉടനെ എന്തെങ്കിലും പറയണമെന്ന് തോന്നി. സുഹ്റായെ സംബന്ധിച്ചുള്ള അവസാന തീർപ്പാണ്. പക്ഷെ എങ്ങനെ പറയും? സുഹ്റായ്ക്ക് കൊടുക്കുവാൻ വല്ലതുമുണ്ടോ? വീടില്ല, സമ്പത്തില്ല, എങ്കിലും ആരോഗ്യമുണ്ട്. മജീദ് പറഞ്ഞു, സുഹ്റ, ഇനി ഭർത്താവിന്റെ വീട്ടിൽ പോകണ്ട. ഇല്ല. മജീദ് ഉമ്മായോട് വിവരം പറഞ്ഞു. വളരെ സമയത്തേക്ക് അവർ മറുപടി ഒന്നും പറഞ്ഞില്ല. എങ്കിലും ഒടുവിൽ ഉമ്മ അറിയിച്ചു, മജീദ് സുഹ്റായെ വിവാഹം ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ മജീദിന്റെ 2 സഹോദരികൾ പ്രായമായിരിക്കുന്നില്ലേ? ഞമ്മക്ക് വക ഒന്നും ഇല്ലാതായി. എങ്കിലും മാനവും മര്യാദയും നോക്കണ്ടേ? എന്റെ മോൻ എവിടെയെങ്കിലും പോയി പൊന്നും ആളും ഉണ്ടാക്കണം. സ്ത്രീധനം കൊടുക്കാനുള്ള വകയും. ഈ പെൺപിള്ളേര് 2നെയും വല്ലോരിക്കും പിടിച്ചു കൊടുത്തിട്ട് എന്റെ മോനും കെട്ടാം. ആളുണ്ടാക്കിയാൽ പോരാ, പൊന്നും സ്ത്രീധനവും കൊടുക്കാനുള്ള വകയും കൂടി ഉണ്ടാക്കണം. മജീദ് ചോദിച്ചു, സ്ത്രീധനം കൊടുക്കാതെ ആരും വിവാഹം ചെയ്യുകയില്ലേ? ആരു ചെയ്യാനാ മോനെ? അല്ലേ പിന്നെ വല്ല ചുമട്ടുകാരനോ മാർക്കം കൂടിയോനോ ഉണ്ടാകും. ഞമ്മക്കത് മതിയോ? കാതിലും കൈത്തേലും അരയിലുമെങ്കിലും പൊന്നിട്ട് കൊടുക്കണം. മജീദിന്റെ സഹോദരികളുടെ 4 കാതുകളിലും കൂടി 42 തുളകളുണ്ട്. അതൊക്കെ എന്തിനു കുത്തിത്തുളച്ചു? കഴുത്തിലും അരയിലും ഒന്നും സ്വർണമിട്ടില്ലെങ്കിൽ എന്ത്? സ്ത്രീധന ഏർപ്പാട് തന്നെ ഇല്ലായിരുന്നുവെങ്കിൽ. ഉമ്മ, ഈ കാതുകുത്തും മറ്റും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ സമുദായത്തിനു മാത്രം എന്തിനാണ് ഈ വൃത്തികെട്ട ഏർപ്പാടുകൾ, വൃത്തികെട്ട വസ്ത്രധാരണവും വൃത്തികെട്ട ആഭരണങ്ങളും? ഉമ്മായും ബാപ്പായും ഒന്നും മിണ്ടിയില്ല. തുടർന്ന് മജീദ് ചോദിച്ചുമില്ല, എന്തിന് അവരെ കുറ്റപ്പെടുത്തുന്നു? ആ തലമുറയുടെ ആചാരമര്യാദയനുസരിച്ച് അവരത് ചെയ്തു. ആവശ്യമോ അനാവശ്യമോ എന്ന് അവരാരും ചിന്തിച്ചു നോക്കിയില്ല. പഴയ ആചാരങ്ങളിൽ നിന്ന് അണുപോലും വ്യത്യാസം വരുത്തുക, അതു വിഷമമാണ്. എന്നാൽ അതിനു വേണ്ട ചുറ്റുപാടുകൾ എവിടെ? മജീദിന് രാത്രി ഉറക്കമില്ലെന്നായി. ചിന്തയാണ് എപ്പോഴും. സഹോദരികളെ ആർക്കെങ്കിലും വിവാഹം ചെയ്തു കൊടുക്കണം. യൗവനത്തിന്റെ തീക്ഷ്ണതയിലാണവർ. ആശയും ആഗ്രഹങ്ങളും ഉണ്ട്. ഉടുക്കാൻ വസ്ത്രങ്ങളില്ല, ആഹാരത്തിനും. ബലഹീനങ്ങളായ ചില നിമിഷങ്ങളുണ്ടല്ലോ, അബദ്ധത്തിലേക്കെങ്ങാൻ ഒരടി വെച്ചു പോയാൽ. മജീദ് അസ്വസ്ഥനായി തീർന്നു. എന്തൊക്കെയോ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. വീടിന്റെ കടം തീർക്കണം, സഹോദരികളെ വിവാഹം ചെയ്തു കൊടുക്കണം, മാതാപിതാക്കൾക്ക് സന്തോഷം ഉളവാക്കുന്ന സംഗതികൾ ചെയ്യണം. അവർ വൃദ്ധരാണ്. മരണം ഏതു നിമിഷത്തിൽ എന്നറിഞ്ഞില്ല. അവരുടെ ജീവിതം സുഖകരമാക്കി തീർക്കണം. സുഹ്റായെ വിവാഹം ചെയ്യണം. പിന്നെ അവളുടെ സഹോദരിമാരുണ്ട്, മാതാവുണ്ട്. അവർക്കും എന്തെങ്കിലും ചെയ്യണം. പക്ഷെ എന്താണ് ചെയ്യുക? എല്ലാറ്റിനും പണം വേണം.
എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാൽ തുടർന്നു പ്രവർത്തിക്കുവാൻ കഴിയും. എന്നാൽ ഒന്ന് തുടങ്ങുവാനാണ് വിഷമം. കയ്യിൽ കാശില്ലാതെയും സഹായത്തിന് ആരെങ്കിലും ഇല്ലാതെയും ഈ ലോകത്തിൽ ആരും ഒന്നും ചെയ്തിട്ടില്ലേ? ചിന്തയാണ്. എന്തു ചെയ്യും? ഒരു ദിവസം ഉമ്മ ഒരറിവ് പറഞ്ഞു കൊടുത്തു. ദൂരെയുള്ള പട്ടണങ്ങളിൽ ഉദാരശീലന്മാരായ മുസ്ലിം ധനികന്മാരുണ്ട്. അവർ സമുദായത്തിന്റെ ഉത്കർഷത്തിനു വേണ്ടി പലതും ചെയ്യുന്നു. അശരണരായ യുവതികളെ വിവാഹം ചെയ്തു കൊടുക്കുക, ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുക, സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിന് സ്കൂളുകൾ ഏർപ്പെടുത്തുക, അഗതികളെയും അംഗഭംഗം വന്നവരെയും സംരക്ഷിക്കുന്നതിന് ആതുരാലയങ്ങൾ സ്ഥാപിക്കുക, അങ്ങനെ പലതും അവർ ചെയ്യുന്നതായി ഉമ്മ പറഞ്ഞു. മോനെ, ഞമ്മടെ കാര്യം അവരറിഞ്ഞാ മതി, ബാക്കിയൊക്കെ അവര് ചെയ്യും. എനിക്ക് നല്ല തീർച്ചയുണ്ട്. ആ പക്കീറനെല്ലാം പറഞ്ഞ് നാട് ചുറ്റുന്ന ഏതോ ഒരു മുസ്ലിം യാചകൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. മറുനാട്ടിലുള്ള മുസ്ലിം ധനികരൊക്കെ വളരെ ഉദാരശീലരാണ്. ഉമ്മാക്കതിൽ പരിപൂർണ വിശ്വാസമുണ്ട്. ആയ കാലത്ത് ഉമ്മ പലർക്കും സഹായം ചെയ്തു. കഴിവിൽ കവിഞ്ഞു തന്നെ ബാപ്പായും. ഇല്ലാത്ത കഷ്ടപ്പാടുകൾ പറഞ്ഞ് രണ്ടുപേരെയും പലരും പലപ്പോഴായി പറ്റിച്ചിട്ടുമുണ്ട്. ഉമ്മ അത് മനസ്സിലാക്കിയിട്ടില്ല. കളവ് പറയുന്നവരും സത്യം പറയുന്നവരും ഉണ്ടല്ലോ. സഹായം അഭ്യർത്ഥിക്കുമ്പോൾ മജീദിനെ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? ആരെയും ആശ്രയിക്കാതെ പണം സമ്പാദിക്കാൻ എന്തു വഴി? മജീദ് തല പുകഞ്ഞാലോചിച്ചു. എന്തു തൊഴിൽ ചെയ്യും? കിട്ടിയിടത്തോളം വിദ്യാഭ്യാസവും ലോകപരിചയവും കൊണ്ട്. ആശങ്കയോടെ മജീദ് യാത്രയ്ക്കൊരുങ്ങി. ഉണ്ടായിരുന്ന ഉണ്ടപണ്ടികൾ വിറ്റ് ബാപ്പ കാശുണ്ടാക്കി കൊണ്ടുവന്നു കൊടുത്തു. ഞാൻ പോയിട്ട് വരാം. മജീദ് സുഹ്റായോട് വിവരമെല്ലാം പറഞ്ഞു. ഞാൻ എല്ലാവരെയും സുഹ്റായെ ഭാരമേൽപ്പിക്കുന്നു. വരുന്നതുവരെ ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. സുഹ്റ ഭാരമേറ്റു. മജീദ് ദൃഢമായ ഒരു ഉദ്ദേശത്തോടെ ഇറങ്ങിത്തിരിച്ചു. ഒരു സായാഹ്നത്തിൽ പടിഞ്ഞാറെ ചക്രവാള പരിധിയിൽ തങ്കമേഘങ്ങൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. മജീദിന്റെ പെട്ടിയും കിടക്കയും എടുത്തുകൊണ്ട് ഒരു പയ്യൻ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. മജീദ് എല്ലാവരോടും യാത്ര പറഞ്ഞു. ബാപ്പ അറിയിച്ചു, എന്റെ കണ്ണറിയാൻ മേല. വെള്ളെഴുത്തിന്റെ ഒരു കണ്ണാടി മേടിച്ചോണ്ട് വരുവാ? ഇല്ല? കൊണ്ടുവരാം എന്ന് പറഞ്ഞ് മജീദ് മുറിയിലേക്ക് ചെന്നു. നിറഞ്ഞ നയനങ്ങളോടെ സുഹ്റ ജനാലയുടെ അടുത്ത് ഉത്കണ്ഠയോടെ നിൽപ്പുണ്ടായിരുന്നു. ഒന്ന് പറയട്ടെ, അവൾ പറഞ്ഞു. മജീദ് മന്ദഹസിച്ചു. പറയൂ രാജകുമാരി, പറയൂ. പിന്നെ അവൾക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ബസിന്റെ ഹോൺ തുരുതുരെ കേട്ടു. ഉമ്മ മുറിവാതിൽക്കൽ ചെന്നു. മോനെ, വേഗം ചെല്ല്, വണ്ടി പോകും. മജീദ് ഇറങ്ങാൻ ഭാവിച്ചു. സുഹ്റായുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മജീദ് ചോദിച്ചു, ഞാൻ പോയി വരട്ടെ? അവൾ ശിരസ്സു കുനിച്ച് അനുമതി കൊടുത്തു. അജ്ഞാതമായ ഭാവിയിലേക്ക് മജീദ് ഇറങ്ങി. പടിക്കൽ ചെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട സുഹ്റായുടെയും വീടിന്റെയും ചിത്രം ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒന്നായിരുന്നു. ആഗ്രഹങ്ങൾ, കടമകൾ മജീദിനെ ധീരതയോടെ മുന്നോട്ട് നയിച്ചു. ബാല്യകാലസഖി 11. സുഹ്റായെ വിവാഹം ചെയ്യുക. അതിനു മുമ്പ് സഹോദരികൾക്ക് ഭർത്താക്കന്മാരെ ഉണ്ടാക്കുക. സ്ത്രീധനത്തിനും ആഭരണങ്ങൾക്കുമുള്ള വക സമ്പാദിക്കുക. ആയതിലേക്ക് എന്തെങ്കിലും ജോലി വേണം. പക്ഷേ നൈരാശ്യമാണ് മജീദിനെ അഭിമുഖീകരിച്ചത്. ജോലി എങ്ങും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെയും ശുപാർശയ്ക്ക് ആള് വേണം. കൈക്കൂലി കൊടുക്കണം. പരീക്ഷ പാസ്സായ സർട്ടിഫിക്കറ്റും വേണം. ഇവയൊന്നും കൂടാതെ ജോലി കിട്ടുക എളുപ്പമല്ല. എങ്കിലും തുടർന്ന് അന്വേഷിച്ചു. പട്ടണങ്ങൾ പലതിലും കറങ്ങി. ഒടുവിൽ ജന്മദേശത്തു നിന്നും 1500 മൈൽ ദൂരെയുള്ള മഹാനഗരിയിൽ മജീദ് ചെന്നുപറ്റി. അതിനിടെ മാസങ്ങൾ 4 പൊയ്പോയിരുന്നു. അവിടെ ഒരു ജോലി കിട്ടി. വിഷമമുള്ളതല്ല, വരവ് അധികമുള്ളതാണ്. വിശ്രാന്തിയില്ലാതെ വേല ചെയ്താൽ മതി. 140 കണ്ട് കമ്മീഷൻ കിട്ടും. കമ്പനി ഉടമസ്ഥൻ തന്നെയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കമ്പനി വക സൈക്കിളുണ്ട്. അതിൽ സാമ്പിളുകൾ കൊണ്ട് നടന്നാൽ മതി. കമ്പനി വളപ്പിൽ തന്നെ താമസിക്കാൻ സ്ഥലവും കൊടുക്കും. അങ്ങനെ മജീദ് ജോലി ചെയ്തു തുടങ്ങി. ചെറിയ ഒരു തുകൽപ്പെട്ടിയിൽ സാമ്പിളുകൾ അടുക്കി വെച്ച് ഓർഡർ പുസ്തകവുമായി ഇറങ്ങും. നഗരമൊക്കെ ചുറ്റി ഓർഡറുകൾ വാങ്ങി സന്തുഷ്ടചിത്തനായി സന്ധ്യയ്ക്ക് മടങ്ങും. ഇത്തരത്തിൽ മാസം 1 കഴിഞ്ഞു. സകല ചെലവും കഴിഞ്ഞ് മജീദ് വീട്ടിലേക്ക് 100 രൂപ അയച്ചു കൊടുത്തു. ബാപ്പായ്ക്ക് വെള്ളെഴുത്തിനുള്ള ഒരു കണ്ണടയും സുഹ്റായ്ക്കും മറ്റും ഉടുപ്പിനുള്ള വകയും. മാസം 1 കൂടി കഴിഞ്ഞു. അടുത്ത ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും നിശ്ചയമില്ലല്ലോ. അസുഖകരമായി ആരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല.
മജീദ് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എങ്കിലും അപ്രതീക്ഷിതമായ ഒരത്യാഹിതം. അതൊരു തിങ്കളാഴ്ച ദിവസമാണ്. മജീദിന് പ്രത്യേകം ഓർമ്മയുണ്ട്. നല്ല ഉച്ചസമയം. പതിവ് പോലെ സൂട്ട്കേസ് സൈക്കിളിന്റെ വിളക്കുകുറ്റിയിൽ തൂക്കിയിട്ടുകൊണ്ട് കടലോരത്തുള്ള താറിട്ട വിജനമായ വഴിയിലൂടെ സൈക്കിൾ ഓടിച്ചു വരികയായിരുന്നു. വലിയ ഇറക്കത്തിലേക്കാണ്, നല്ല വേഗത്തിലും. പെട്ടി കുടുങ്ങി അതിന്റെ കുഴ പറഞ്ഞു വീണ് ചക്രത്തിന്റെ ഇടയിൽ തങ്ങി. മജീദ് സൈക്കിളിൽ നിന്ന് തെറിച്ച് ദൂരെ കമ്പിയഴികളിൽ തട്ടി താഴെ അഗാധമായ ഗട്ടറിൽ. ഒരു പർവ്വതം ദേഹത്തേക്ക് ഇടുങ്ങി വീണതുപോലെ, എന്തോ ഒടിഞ്ഞു തകർന്ന വേദനയോടെ ഉള്ള ഓർമ്മ. തന്നിൽ നിന്ന് എന്തോ അറുത്തു മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. ഒക്കെയും ഇരുളിൽ മറയുന്നു. എല്ലാം വിസ്മൃതിയുടെ അന്ധകാരത്തിൽ. കൊടുങ്കാറ്റുള്ള രാത്രിയിലെ ഇടിമിന്നൽ പോലെ ചിലപ്പോൾ പ്രജ്ഞയുടെ വെളിച്ചം വീശും. കഠിനമായ വേദന, മരുന്നുകളുടെ രൂക്ഷമായ ഗന്ധം, ആളുകളുടെ വേദനയോടെയുള്ള ഞരക്കം. വായിലൂടെ തൊണ്ട വഴി ജീവനുള്ള നീണ്ടുരുണ്ട എന്തോ ഒന്ന് ഇറങ്ങുന്നു. വയറ്റിൽ ചൂടുള്ള ദ്രാവകം നിറയുന്നു. ഒരു തോന്നൽ. അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ യുഗങ്ങൾ കഴിഞ്ഞു പോകുന്നു. എന്താണ് സംഭവിച്ചത്? ഓർമ്മകൾ വളരെ ദൂരത്താണ്. ഒന്നും വ്യക്തമല്ല. വെളുത്ത പുക പോലെ, വെള്ളിമേഘങ്ങൾ പോലെ ഓർമ്മകൾ മജീദിൽ നിന്ന് ദൂരെയാവാൻ തുടങ്ങുന്നു. എല്ലാം വിസ്മൃതിയിൽ ലയിക്കുവാൻ പോവുകയാണോ? ഇല്ല. ജീവിക്കണം. ജീവിതം കഠിനവും രൂക്ഷവുമായ വേദന. എങ്കിലും ജീവിക്കണം. മജീദ് യത്നിച്ചു. തന്നിലേക്ക് അമരുന്ന വിസ്മൃതിയാകുന്ന പർവ്വതത്തെ സർവശക്തിയും പ്രയോഗിച്ച് പൊക്കി മറിച്ചിടുന്നത് പോലെ വേദനയോടെ ബോധം തെളിഞ്ഞു വന്നു. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അയാൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. സാവധാനം കണ്ണുകൾ തുറന്നു. നീണ്ടു നിവർന്നു കിടക്കുകയാണ്. കഴുത്തുവരെ വെള്ളപ്പുതപ്പുകൊണ്ട് മൂടിയിരിക്കുന്നു. ആശുപത്രി. എല്ലാം ഓർത്തു. കഠിനവും രൂക്ഷവുമായ വേദന. വലത്തെ എളിയിൽ തീ നീറിപ്പിടിച്ചിരിക്കുന്നു. ചുളുചുളാ ശിരസ്സു വരെ വേദന. മജീദ് കൈകൊണ്ട് തടവി. അരയിൽ വളരെ തുണി ചുറ്റിക്കെട്ടിയിരിക്കുന്നു. എന്തു സംഭവിച്ചു? മജീദ് തപ്പിനോക്കി. അസ്ഥിപഞ്ജരങ്ങളിലൂടെ ഒരു തണുപ്പ് പാഞ്ഞു. ശൂന്യത. മജീദിന് സംഭ്രമം കൊണ്ട് നന്നായി വിയർത്തു. ബോധക്ഷയം പോലെ എന്നേക്കുമായി തന്നിൽ നിന്ന് ഒരു കാലിന്റെ പകുതി വിട്ടുപോയിരിക്കുന്നു. കിടന്നപടി അഗാധമായ ഒരു കുഴിയിലേക്ക് താണുപോയതുപോലെ. ലോകമെല്ലാം കറങ്ങുകയാണോ? വീണ്ടും മജീദ് തപ്പിനോക്കി. ശൂന്യത. കീഴ്പോട്ട് ഒന്നുമില്ല. ദുസ്സഹ വേദന. സുഹ്റായുടെ പ്രഥമ ചുംബനം ലഭിച്ച വലതുകാൽ അതെവിടെ പോയി? കണ്ണുകൾ തുറന്നു തന്നെ ഇരുന്നു. കവിളുകളിലൂടെ ചുടുകണ്ണുനീർ. കിടക്കയ്ക്കു സമീപം ഡോക്ടറും നേഴ്സും കമ്പനി മാനേജറും വന്നു. മജീദിന്റെ നെറ്റിയിൽ തണുപ്പേറിയ കൈപ്പടം വച്ചിട്ട് കമ്പനി മാനേജർ സാവധാനം കുനിഞ്ഞു. മിസ്റ്റർ മജീദ്, ഞാൻ ഹൃദയപൂർവ്വം വ്യസനിക്കുന്നു. നിങ്ങൾ സങ്കടപ്പെടരുത്. സുഹ്റാ. എന്താ മജീദേ, നീ മൂളാത്തതെന്താ? ഞാൻ മൂളുന്നുണ്ടല്ലോ. പിന്നെ ചെറുക്കൻ എന്തിനാ എന്നെ നീ എന്ന് വിളിക്കണത്? മജീദ് പുളഞ്ഞുപോയി. സുഹ്റാ എന്ന് വിളിച്ചുകൊണ്ട് മജീദ് ഞെട്ടി ഉണർന്നു. പകൽ സ്വപ്നം കാണുകയാണോ? നേഴ്സ് ചോദിച്ചു. മജീദ് മന്ദഹസിക്കാൻ ശ്രമിച്ചു. 64 പകലുകളും 64 രാത്രികളും കഴിഞ്ഞു. തന്നേക്കാൾ പൊക്കമുള്ള ഒരു വടിയുടെ സഹായത്തോടുകൂടി മജീദ് കമ്പനി മാനേജറും ഒന്നിച്ച് ആശുപത്രിയുടെ ഗേറ്റു കടന്ന് ജനബഹുലമായ തെരുവീഥിയിൽ ഇറങ്ങി. കുറെ രൂപ മജീദിന്റെ കയ്യിൽ കൊടുത്തിട്ട് കമ്പനി മാനേജർ പറഞ്ഞു, നിങ്ങൾ ഇനി വീട്ടിൽ പോകൂ. ഇങ്ങനെ കലാശിച്ചതിൽ എനിക്ക് വ്യസനമുണ്ട്. മജീദിന് കണ്ണുനീര് പൊട്ടി. എന്റെ സഹോദരികൾ വിവാഹത്തിന് പ്രായം കഴിഞ്ഞു വീട്ടിൽ നിൽക്കുന്നു. മാതാപിതാക്കൾ വൃദ്ധരാണ്. സ്വത്തുണ്ടായിരുന്നത് മുഴുവനും കടത്തിൽപ്പെട്ട് കിടക്കുന്നു. ആണായിട്ട് ഞാൻ മാത്രമേയുള്ളൂ. വീട്ടിലെ വിഷമങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാതെ അങ്ങു ചെല്ലാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. പിന്നെ ഈ കോലത്തിൽ ഞാൻ അങ്ങു ചെന്ന് അവരെയൊക്കെ എന്തിനു വിഷമിപ്പിക്കുന്നു? ഇനിയിപ്പോൾ എന്തു ചെയ്യാനാണ് ഉദ്ദേശം? എനിക്ക് നിശ്ചയമില്ല. എന്റെ കമ്പനിയിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ജോലിയും. നിങ്ങൾക്ക് ക്ലാർക്കിന്റെ ജോലി ചെയ്യാമോ? വയ്യ, കണക്കിനു ഞാൻ മോശമാണ്. ഉമ്മിണി വലിയ ഒന്ന്. അങ്ങനെ മജീദ് വീണ്ടും തനിച്ചായി. സാരമില്ല, എല്ലാവരും ഈ പ്രപഞ്ചത്തിൽ തനിച്ചാണ്. ഭയപ്പെടുന്നതെന്തിന്? മജീദ് കിട്ടിയതിൽ 1/4 പങ്ക് രൂപയും വീട്ടിലേക്ക് അയച്ചു. കൂടെ ഒരു കത്തും. വലത്തെ കാലുപോയ വിവരം അതിൽ കാണിച്ചില്ല. സുഖമില്ലാതെ കിടപ്പായിരുന്നു. അടുത്ത കത്തു കിട്ടുന്നതുവരെ കത്തയക്കേണ്ട. നടപ്പ്.
മജീദ് വീണ്ടും ജോലി അന്വേഷിച്ചു തുടങ്ങി. 2 കൈകൊണ്ടും വടി ഊന്നി ഒറ്റക്കാലിൽ ആഞ്ഞു ചാടിച്ചാടി 4 അടി വയ്ക്കുമ്പോൾ നിൽക്കും, പിന്നെയും നടക്കും, നിന്ന് ഓർക്കും, പിന്നെയും നടക്കും. ഇങ്ങനെ മാസം 1-2 കഴിഞ്ഞു. സ്ഥിരമായ ഒരു താവളമില്ല, എത്തിയിടത്ത് കിടക്കും. ഒടുവിൽ നഗരത്തിലെ കുബേരന്മാരെ കണ്ടു സഹായം അഭ്യർത്ഥിക്കാമെന്നുറച്ചു. അന്വേഷണത്തിൽ ഏറ്റവും ഉദാരശീലനെന്നു കേട്ടത് ഒരു ഖാൻ ബഹദൂർ ആണ്. നഗരത്തിലെ വലിയ കെട്ടിടങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെതത്രേ. സ്വർണക്കട്ടികളും മറ്റും നിലവറയിൽ കിടന്ന് പൂപ്പൽ പിടിക്കുന്നു എന്നാണ് ജനസംസാരം. ഗവൺമെന്റിൽ വലിയ പിടിയുള്ള മനുഷ്യൻ. അവിടെ തന്നെ അദ്ദേഹം 10,000-കണക്കിന് രൂപ ചെലവ് ചെയ്ത് ഗവർണർക്ക് ഒരു വിരുന്നു കൊടുക്കുകയുണ്ടായി. അദ്ദേഹത്തെ കൊണ്ട് എന്തും സാധിക്കും, എന്തും. പക്ഷെ പടികാവൽക്കാർ മജീദിനെ അകത്തേക്ക് കടത്തിവിട്ടില്ല. ദിവസവും ആ മാളികയുടെ വാതിൽക്കൽ വന്നു നിൽക്കും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. ഒടുവിൽ കാവൽക്കാർക്കും അലിവു തോന്നി. ഖാൻ ബഹദൂറിന്റെ സന്നിധാനത്തിൽ മജീദ് ആനയിക്കപ്പെട്ടു. മജീദ് സലാം ചൊല്ലി. ഒരു മുസൽമാൻ മറ്റൊരു മുസൽമാനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയണമെന്നുണ്ട്. മജീദ് പറഞ്ഞു. പക്ഷേ ഖാൻ ബഹദൂർ എന്തുകൊണ്ടോ എന്തോ സലാം മടക്കിയില്ല. അദ്ദേഹം അത് കേട്ടതായി തന്നെ ഭാവിച്ചില്ല. ഖാൻ ബഹദൂർ ഏകദേശം 50 വയസ്സുള്ള വെളുത്തുരുണ്ട ഒരു മനുഷ്യനാണ്. കല്ലുവെച്ച കട്ടി സ്വർണമോതിരങ്ങൾ തിളങ്ങെ താടി തടവിക്കൊണ്ട് അദ്ദേഹം മജീദിന്റെ ദുഃഖവാർത്ത മുഴുവനും മൂളി മൂളി കേട്ടു. ഒടുവിൽ ഖാൻ ബഹദൂർ പറഞ്ഞു, നമ്മുടെ സമുദായത്തിൽ കെട്ടിക്കാൻ വകയില്ലാത്ത വളരെ സ്ത്രീകളുണ്ട്. ആഹാരത്തിനു വഴിയില്ലാത്ത വളരെ ആളുകളുണ്ട്. എന്നെക്കൊണ്ട് കഴിവത് ഞാൻ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. പറയൂ, കൂടുതലായി ഞാൻ എന്തു ചെയ്യണം? മജീദ് ഒന്നും പറഞ്ഞില്ല. ഖാൻ ബഹദൂർ സമുദായത്തിന്റെ ഉയർച്ചയ്ക്കു വേണ്ടി ചെയ്തിട്ടുള്ള മഹത്തായ കാര്യങ്ങൾ വിവരിച്ചു. അദ്ദേഹം 4 പള്ളി വെപ്പിച്ചിട്ടുണ്ട്. മറ്റേ കോടീശ്വരന്മാർ ഓരോ പള്ളി വീതമേ വെപ്പിച്ചിട്ടുള്ളൂ. പോരെങ്കിൽ അദ്ദേഹം ഒരു സ്കൂൾ വെക്കുന്നതിന് സമുദായത്തിന് ഒരു സ്ഥലം ദാനം കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു കെട്ടിടം പണിത് വാടകയ്ക്ക് കൊടുത്തിരുന്നുവെങ്കിൽ മാസം തോറും വളരെ രൂപ വാടക കിട്ടുമായിരുന്നില്ലേ? സമുദായത്തിനു വേണ്ടി കൊല്ലം തോറും എത്ര രൂപയാണ് നഷ്ടം സഹിക്കുന്നത്? ഇതിലധികം ഞാൻ എന്തു ചെയ്യണം? പറയൂ. മജീദ് ഒന്നും പറഞ്ഞില്ല. ഖാൻ ബഹദൂർ മജീദിന്റെ കാലു പോയതിലും സഹതാപം പ്രദർശിപ്പിച്ചു. വിധി അല്ലാതെ എന്തു പറയാനാ? വിധിയായിരിക്കാം, സാരമില്ല. അല്ലെങ്കിൽ എന്തിലാണ് സാരമുള്ളത്? മജീദ് ആ നീണ്ട വടിയും ഊന്നി സലാം ചൊല്ലി സാവധാനം ഇറങ്ങി. പടി കടക്കാറായപ്പോൾ ഖാൻ ബഹദൂർ ഒരു വേലക്കാരൻ വശം 1 രൂപ കൊടുത്തയച്ചു. അത് എനിക്ക് തന്നുവെന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ എടുത്തോളൂ, വേലക്കാരനോട് പറഞ്ഞിട്ട് മജീദ് നടന്നു. അത് ശരിയായോ? മജീദ് എന്തുകൊണ്ട് രൂപ വാങ്ങിയില്ല? ആ കോടീശ്വരന്റെ മുമ്പിൽ ദിനംതോറും അനേകം സാധുക്കൾ ചെല്ലുന്നുണ്ടെന്നും അവർക്കെല്ലാം അദ്ദേഹം ദാനം ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം മജീദ് അറിയില്ലേ? മജീദ് ഒരു കോടീശ്വരനായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? ആദ്യം വന്നു യാചിക്കുന്ന ദരിദ്രന് സ്വത്തിന്റെ പകുതി കൊടുക്കുമായിരുന്നോ? ഒരു ചെമ്പുതൊട്ടിൽ കൂടുതൽ കൊടുക്കുമായിരുന്നോ? ഖാൻ ബഹദൂർ 1 രൂപയാണ് കൊടുത്തത്. അത് വാങ്ങേണ്ടതായിരുന്നില്ലേ? മജീദ് ആലോചിച്ചു. പക്ഷെ അവിടെ 5 കോടീശ്വരന്മാരേയുള്ളൂ. അവരെ കഴിച്ചാൽ ബാക്കിയുള്ളത് 6.5 ലക്ഷം. പല തരത്തിലുള്ള ബഹുജനങ്ങളാണ്. എല്ലാവരും ജീവിക്കുന്നു. ഇടയ്ക്കു ചിലർ മരിക്കുന്നുമുണ്ട്. മജീദിന് നഷ്ടപ്പെട്ടത് ഒരു കാലിന്റെ പകുതി മാത്രമാണ്. 2 കാലുകൾ പോയവരുണ്ട്, 2 കൈകളും. കണ്ണുകൾ പോയവരും ജീവിക്കുന്നു. ദുഃഖവും സന്തോഷവുമുണ്ട് ജീവിതത്തിൽ. വലിയവനും ചെറിയവനും. ഓർക്കുമ്പോൾ ചിരിക്കാൻ കഴിയുന്നുണ്ടല്ലോ, കരയാനും. ഒന്നും സാരമാക്കേണ്ടതില്ല, മജീദ് ഉറച്ചു. ഭദ്രതയ്ക്കും സുഖത്തിനും വേണ്ടി പരിശ്രമിക്കുക, അതല്ലേ കടമ. മജീദിന്റെ വടി 4 ഇഞ്ചു തേഞ്ഞു. കൈവെള്ളകളിൽ 4 ഇഞ്ചു കനത്തിൽ തഴമ്പ് പൊന്തി. അനേക സ്ഥലങ്ങളിൽ ജോലി അന്വേഷിച്ചു. പട്ടിണി കിടന്നു ശരീരം വളരെ മെലിഞ്ഞു. അപ്പോൾ ഒരു സന്തോഷം. മജീദിന് ജോലി കിട്ടി. ഒരു ഹോട്ടലിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകുക. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റാൽ രാത്രി 11 മണി വരെ പൈപ്പിനടുത്തിരിക്കണം. വലിയ കൊട്ടയിൽ കൊണ്ടുവന്നു വെക്കുന്ന എച്ചിൽ പാത്രങ്ങൾ ഓരോന്നായി കഴുകി വേറൊരു കൊട്ടയിൽ അടുക്കും. അത് വേറൊരുവൻ എടുത്തുകൊണ്ടുപോകും. അപ്പോഴേക്കും മറ്റൊരുവൻ എച്ചിൽ പാത്രങ്ങൾ കൊണ്ടുവരും. അങ്ങനെയാണ് ജോലി. എങ്കിലും വയറു നിറയെ വല്ലതും തിന്നാം. വെയിലും മഴയും കൊള്ളണ്ട, അലയുകയും വേണ്ട. ഒരിടത്ത് കുത്തിയിരുന്നു സാവധാനം ജോലി ചെയ്താൽ മതി. കിട്ടിയിടത്തോളം അനുഗ്രഹം.
ജീവിതം വലിയ അല്ലല് കൂടാതെ ചെറിയ സുഖത്തോടെ മുന്നോട്ടു നീങ്ങുന്നു. മാസം തോറും വീട്ടിലേക്ക് ചെറിയ ഒരു സംഖ്യ അയക്കുകയും ആവാം. വീട്ടിൽ നിന്ന് ആദ്യം കിട്ടിയ എഴുത്ത് സുഹ്റായ്ക്ക് ലേശം അസുഖമുണ്ടെന്നുള്ള വിവരത്തോട് കൂടിയതാണ്. അവൾ വളരെ ക്ഷീണിച്ചു പോയിരിക്കുന്നു. കുറേശ്ശെ ചുമയുമുണ്ട്. ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. ഒന്നു കാണാൻ കൊതിയാവുന്നു. സ്വന്തം സുഹ്റ. ബാല്യകാലസഖി 12. സുഹ്റായെ കാണാൻ മജീദിനും കൊതിയാണ്. കാണുമ്പോൾ ഉമ്മ, ബാപ്പ, സഹോദരികൾ, സുഹ്റായുടെ ഉമ്മ, സഹോദരികൾ, നാട്ടുകാർ എന്തു പറയും? ഒന്നരക്കാലൻ മജീദ്. സുഹ്റ അങ്ങനെ വിളിക്കുമോ? ഒരിക്കലും വിളിക്കില്ല. ബാക്കിയുള്ള അരക്കാലിന്റെ കഷണത്തിൽ കണ്ണീരോടെ ചുംബിക്കും. പണ്ട് ഓർത്തപ്പോൾ മജീദിന് ചിരി വന്നു. ഇമ്മിണി വല്യ ഒന്ന്. ആ ചരിത്രങ്ങൾ പറഞ്ഞ് മജീദ് പലരെയും ചിരിപ്പിച്ചിട്ടുണ്ട്. സുഹ്റായും സംഭാഷണ വിഷയമാവും. ഹോട്ടലിലെ മറ്റു ജോലിക്കാരെല്ലാം മജീദിന്റെ സുഹൃത്തുക്കളാണ്. കുളിച്ചു വയറു നിറയെ ആഹാരം കഴിച്ച് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മജീദ് അനുഭവങ്ങളും തമാശകളും പറയും. അധികവും തമാശകളാണ്. എല്ലാവരും ചിരിക്കും. എന്നും രാത്രി കിടക്കാൻ നേരത്ത് മജീദ് എന്തെങ്കിലും പറയണം. പറയാൻ ഒരുപാട് വിഷയങ്ങളില്ലേ? മിക്കവരും ഉറങ്ങുന്നത് തന്നെ ചിരിച്ചതുകൊണ്ടാണ്. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ മജീദ് സുഹ്റായോട് വർത്തമാനങ്ങൾ പറയും. 1500 മൈൽ അപ്പുറമുള്ള സുഹ്റായെ കാണും. ചുമ കേൾക്കും. ഓരോന്നെല്ലാം പറഞ്ഞ് സുഹ്റായെ ആശ്വസിപ്പിക്കും. രാവും പകലും. സുഹ്റ ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു? നെഞ്ചുവേദനയുണ്ടോ? എന്നിട്ട് കഴുകിയ പിഞ്ഞാണത്തിലേക്ക് നോക്കും. കൈവെള്ളകളിലെ തഴമ്പുകൾ കുതിർന്ന് കുതിർന്ന് പൊടിഞ്ഞു പോയിരിക്കുന്നു. ശരീരത്തിന് നല്ല ബലം. ഉന്മേഷത്തോടെ എന്തും നോക്കിക്കാണാം. ന്യായമായ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്നതിന് ലേശം അഭിമാനത്തിനു വകയുണ്ട്. ജീവിതത്തിന് ചില മാറ്റങ്ങൾ ഉണ്ടാവും. മരത്തിന്റെയോ റബ്ബറിന്റെയോ കാലുണ്ട്. പാന്റും ഷൂസുകളും ധരിച്ചാൽ ഹോട്ടൽ ഉടമസ്ഥൻ സൂചിപ്പിക്കുകയുണ്ടായി. മജീദിന് സഹതാപമുണ്ട്. ദുഃഖത്തിന്റെ സമുദ്രത്തിൽ ആശ്വാസത്തിന്റെ ദ്വീപ് കണ്ടെത്തിയേക്കാം. രാത്രി മറ്റുള്ളവർ ഉറങ്ങിക്കഴിയുമ്പോൾ മജീദ് സുഹ്റായോട് പറയും, ഉറങ്ങുറങ്ങൻ സുഹൃത്തേ, ഉറങ്ങൂ. പക്ഷെ മജീദ് കാണുന്നത് നക്ഷത്രങ്ങൾ നിറഞ്ഞ വിശാല വാനമാണ്. സുഹ്റായെ എന്നു കാണാൻ കഴിയും? മജീദ് വെളുപ്പിനെ എണീക്കും. ദിനകൃത്യങ്ങൾ കഴിഞ്ഞ് ചായ കുടിച്ച് ജോലി തുടങ്ങും. നഗരം ഒരിക്കലും ഉറങ്ങാത്ത മട്ടാണ്. ഇരമ്പം. അനേക ലക്ഷം സ്ത്രീ പുരുഷന്മാരുടെയും വാഹനങ്ങളുടെയും ഒരുമിച്ചുള്ള ശബ്ദകോലാഹലങ്ങൾ. അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് മജീദ് പാത്രങ്ങൾ കഴുകി അടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരെഴുത്തും വന്നു ചേർന്നു. കൈപ്പട സുഹ്റായുടേതല്ല, മറ്റാരെയോ കൊണ്ടോ ഉമ്മ എഴുതിച്ചിരിക്കയാണ്. അത് വായിച്ചപ്പോൾ നഗരത്തിന്റെ ഇരമ്പൽ പെട്ടെന്ന് നിലച്ചു പോയതുപോലെ. നിശബ്ദത. പ്രിയപ്പെട്ട മകൻ മജീദ് വായിച്ചറിയാൻ സ്വന്തം ഉമ്മ എഴുതുന്നത്. മിനിയാന്ന് വെളുപ്പിന് നമ്മുടെ സുഹ്റ മരിച്ചു. അവളുടെ വീട്ടിൽ കിടന്ന് എന്റെ മടിയിൽ തലവെച്ച്. പള്ളിപ്പറമ്പിൽ അവളുടെ ബാപ്പായുടെ അരികിലാണ് സുഹ്റായെ മറവു ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെയും ഉണ്ടായിരുന്ന തുണയും സഹായവും അങ്ങനെ പോയി. ഇനി അല്ലാഹുവിനെ കഴിഞ്ഞാൽ നീയാണുള്ളത്. മകനെ, കഴിഞ്ഞ മാസം 30-ാം തീയതി നമ്മുടെ വീടും പുരയിടവും കടക്കാർ നടത്തിച്ചെടുത്തു. ഉടനെ ഇറങ്ങി മാറിക്കൊടുക്കണമെന്നാണ് ഇവർ പറയുന്നത്. ഈ പെൺപിള്ളേരെ രണ്ടിനെയും സുഖക്കേടായി കിടക്കുന്ന ബാപ്പായെയും കൊണ്ട് ഞാൻ എവിടെ പോകും? മകനെ, ഞാൻ ഉറങ്ങിയിട്ട് വളരെ നാളായി. നിന്റെ പെങ്ങന്മാരുടെ പ്രായക്കാരൊക്കെ 3ഉം 4ഉം പെറ്റു. എന്തെങ്കിലും പൊക്കണം കേട് വന്നുപോയാൽ? മകനെ, ഇവിടെയുള്ള മുസ്ലിങ്ങൾ കണ്ണിൽ ചോരയില്ലാത്തവരാണ്. ഞാനും ബാപ്പായും സാധ്യപ്പെട്ടു പറഞ്ഞിട്ടും ഉടനെ ഇറങ്ങി മാറാനാണ് പറയുന്നത്. നമ്മുടെ ജാതിയിൽപ്പെട്ട നല്ലവരായ പണക്കാരുണ്ടല്ലോ അവിടെ. അവരോട് പറഞ്ഞാൽ ഒരു നിവർത്തി മാർഗം ഉണ്ടാക്കിത്തരാതിരിക്കയില്ല. നാണിക്കാതെ നീ ചെന്ന് അവരോടെല്ലാം തുറന്നു പറയണം. എന്റെ പൊന്നുമകനെ, സുഹ്റ ഉണ്ടായിരുന്നപ്പോൾ എനിക്കൊരാശ്വാസമായിരുന്നു. ഇവിടുത്തെ വിഷമങ്ങളൊന്നും അറിയിച്ച് നിന്നെ വ്യസനിപ്പിക്കരുതെന്ന് സുഹ്റ പറഞ്ഞു. അതാണ് ഇതുവരെ കത്തയക്കാതിരുന്നത്. 2 മാസമായിട്ട് സുഖക്കേടായി സുഹ്റ കിടപ്പിലായിരുന്നു. ചികിത്സിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മരിക്കുന്നതിനു മുമ്പ് നിന്റെ പേര് പറഞ്ഞു. നീ വന്നോ വന്നോ എന്ന് പലതവണ ചോദിച്ചു. എല്ലാം അല്ലാഹുവിന്റെ വിധി. മജീദ് കുറെ സമയം തരിച്ചിരുന്നു. എല്ലാം നിശബ്ദമായതുപോലെ. പ്രപഞ്ചം ശൂന്യം. ഇല്ല, പ്രപഞ്ചത്തിനൊന്നും സംഭവിച്ചിട്ടില്ല.
നഗരം ഇരമ്പുന്നു, സൂര്യൻ പ്രകാശിക്കുന്നുണ്ട്, കാറ്റുവീശുന്നു. ഉള്ളിൽ നിന്ന് രോമകൂപങ്ങൾ വഴി പൊന്തിയ തണുത്ത ആവിയിൽ മജീദ് കുളിച്ചുപോയി എന്നു മാത്രം. എല്ലാം അനാഥമായി. ജീവിതത്തിന് അർത്ഥമില്ലാതായിപ്പോയോ? പ്രപഞ്ചങ്ങളുടെ കരുണാമയനായ സൃഷ്ടാവേ. മജീദ് വീണ്ടും പാത്രങ്ങൾ കഴുകി ശ്രദ്ധയോടെ അടുക്കി തുടങ്ങി. മാതാപിതാക്കളും സഹോദരികളും എവിടെ പോകും? ആരു സഹായിക്കും? അല്ലാഹുവേ, കാരുണ്യത്തിന്റെ കൈ നീളുമോ? സുഹ്റാ. ഓർമ്മകൾ, വാക്കുകൾ, പ്രവൃത്തികൾ, മുഖഭാവങ്ങൾ, ചിത്രങ്ങൾ. മനസ്സിലൂടെ എന്തെല്ലാമാണ് പാഞ്ഞു വരുന്നത്. മരിക്കുന്നതിന് മുമ്പ് മജീദ് വന്നോ എന്ന് ചോദിച്ചു. ഓർമ്മകൾ. ഒടുവിലത്തെ ഓർമ്മ. അന്ന് മജീദ് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. സുഹ്റ എന്തോ പറയുവാൻ ആരംഭിച്ചു. മുഴുമിക്കുന്നതിനു മുമ്പ് ബസ്സിന്റെ ഹോൺ തുരുതുരാ ശബ്ദിച്ചു. ഉമ്മ കയറി വന്നു. മജീദ് മുറ്റത്തേക്കിറങ്ങി. പൂന്തോട്ടത്തിലൂടെ പടിയിറങ്ങി. ഒന്ന് തിരിഞ്ഞു നോക്കി. പടിഞ്ഞാറേ ചക്രവാളത്തിൽ തങ്കമേഘങ്ങൾ. ഇളം മഞ്ഞവെയിലിൽ മുങ്ങിയ വൃക്ഷങ്ങളും വീടും മുറ്റവും പൂന്തോട്ടവും. സഹോദരികൾ രണ്ടും മുഖം വെളിയിലേക്ക് കാണിച്ചുകൊണ്ട് വാതിൽ മറവിൽ. ബാപ്പ ഭിത്തിചാരി വരാന്തയിൽ, ഉമ്മ മുറ്റത്ത്. നിറഞ്ഞ നയനങ്ങളോടെ ചെമ്പരത്തിയിൽ പിടിച്ചുകൊണ്ട് പൂന്തോട്ടത്തിൽ സുഹ്റ. പറയാൻ തുടങ്ങിയത് അപ്പോഴും അവളുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം. എന്തായിരുന്നു അന്ന് ഒടുവിലായി സുഹ്റ പറയാൻ തുടങ്ങിയത്?